നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി കെ പ്രശാന്ത് എം.എൽ.എ ബി.ജെ.പി കൗൺസിലർ ആർ ശ്രീലേഖയും തമ്മിലുള്ള ഓഫീസ് വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഓഫീസ് വിവാദം PR ഏജൻസികളുടെ ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നാണ് കെ മുരളീധരൻ. അതായത് കോൺഗ്രസ് ഈ ഒരു തർക്കത്തെ വിശേഷിപ്പിക്കുന്നത് കെ മുരളീധരൻ അത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അനധികൃതമായി കൈവശം വെച്ച ഓഫീസ് ഒഴിഞ്ഞത് നന്നായി എന്നും വട്ടിയൂർക്കാവിലെ വികസനമാണ് വോട്ടർമാർ വിലയിരുത്തുക എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഓഫീസ് മാറ്റം അല്ല വിലയിരുത്തുന്നത്. എന്താണ് വികസനം? ഏത് പാർട്ടിയാണ് വികസനം കൊണ്ടുവന്നത്? അവരുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് മറ്റുള്ളവർ വിലയിരുത്തുക എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഒരു ഘട്ടത്തിലും കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനില്ല എന്ന കോൺഗ്രസിന്റെ നിലപാട് ശരിയാണെന്നും അവർ പരസ്പരം തല്ലി തീർത്തോളുമെന്നും ശ്രീലേഖയുടെ വിവാദത്തിൽ മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണം, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ നടത്തുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്ന രീതിയിലാണ് LDFും BJPയും തമ്മിലുള്ള തർക്കത്തെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും തർക്കത്തിനൊടുവിൽ വി കെ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയുകയാണ്. BJP നേതാവും കൗൺസിലറുമായ ആർ ശ്രീലേഖയുമായുള്ള തർക്കം അത് ഒരു പര്യവസാനത്തിലേക്ക് എത്തുന്നു. വി കെ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ശാസ്തമംഗലത്തെ ഓഫീസാണ് അദ്ദേഹം ഒഴിയുന്നത്. പകരം മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ്. ഇവിടേക്ക് പ്രവർത്തനം മാറ്റുക എന്ന തീരുമാനത്തിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. നേരത്തെ ഇരുവരും തമ്മിലുള്ള ഓഫീസ് കെട്ടിട തർക്കം വലിയ രീതിയിൽ ചർച്ചയായതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസും വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. കൗൺസിലർ ഓഫീസിലെ സ്ഥല പരിമിതി ചൂണ്ടിക്കാണിച്ച് വി കെ പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതെന്നും മാർച്ച് വരെ കാലാവധിയുണ്ടെന്നും ഒഴിയില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലായിരുന്നു വി കെ പ്രശാന്ത്. പെട്ടെന്ന് എന്തുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്നതും ഒരു ചോദ്യമാണ്. വിവാദങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും ഈ കാലാവധി കഴിയാതെ താൻ മാറില്ല എന്ന ഉറച്ച നിലപാടിൽ നിന്ന് വി കെ പ്രശാന്ത് പെട്ടെന്ന് ആ ഓഫീസ് മാറ്റാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്തിനാണ് എന്ന ചോദ്യവും നിലവിൽ ശക്തമാവുന്നുണ്ട്. എന്തായാലും സംഭവം വലിയ രീതിയിലാണ് വിവാദമായത്. ശ്രീലേഖ ഉടൻ തന്നെ ഇടപെട്ടിരുന്നു. താനൊരു ഞങ്ങളുടെ സൗഹൃദം വെച്ചിട്ട് അല്ലെങ്കിൽ സഹോദരനെ പോലെ കണ്ടിരുന്നു, അത്തരത്തിലാണ് താൻ പ്രതികരണം നടത്തിയതല്ല, ആജ്ഞാപനം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോകണമെന്നല്ല ഉദ്ദേശിച്ചത് എന്നതടക്കമുള്ള വിശദീകരണം ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും പിന്നീടുണ്ടായി. ഓഫീസ് ഒഴിയണമെന്ന അഭ്യർത്ഥന മാത്രമാണ് ചെയ്തത്, അല്ലാതെ തങ്ങൾ ഇരുവരും സുഹൃത്തുക്കളാണ് എന്നത് അടക്കമുള്ള പ്രതികരണം ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതുവരെ ചെറിയ സ്ഥലത്ത് തന്നെ ഓഫീസ് തുടരുമെന്ന സൂചന നൽകിക്കൊണ്ട് ആർ ശ്രീലേഖ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിരുന്നു. താൻ ഒരു ചെറിയ മുറി തിരഞ്ഞെടുത്തു, അവിടെ താൻ പ്രവർത്തിക്കും. ആ മുറിയുടെ ഉള്ളിൽ അടക്കമുള്ള വീഡിയോ അടക്കം ഫേസ്ബുക്കിലൂടെ ആർ ശ്രീലേഖ പങ്കുവച്ചതാണ്. കൗൺസിലർ ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആർ ശ്രീലേഖ പങ്കുവച്ചിരുന്നു. ഇവിടെ തന്നെ സേവനം തുടരുമെന്നും ഓഫീസിന്റെ ഒരു ഭാഗത്ത് നിറയെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണെന്നും വീഡിയോയിൽ ശ്രീലേഖ ആരോപിച്ചിരുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ വിവാദമായതാണ്. അതിനാണ് ഇപ്പോൾ ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഓഫീസ് ഒഴിയണമെന്ന ശ്രീലേഖയുടെ ആവശ്യം പ്രശാന്ത് നിരസിക്കുകയും MLAയോടാണ് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നത് എന്ന പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ശ്രീലേഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണങ്ങളുമായി എത്തിയിരുന്നു. എന്നാൽ ഓഫീസ് പ്രശ്നം രാഷ്ട്രീയ തർക്കമായി മാറുകയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ MLA അടക്കം ശ്രീലേഖയെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. ഇതിനിടയിലാണ് ഇനി തർക്കത്തിനും ചർച്ചയ്ക്കുമില്ലെന്നും ഓഫീസ് മാറാൻ തീരുമാനിച്ചെന്നും പ്രശാന്ത് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വരുന്ന ഇടമാണ് MLA ഓഫീസെന്നും അതിന് പറ്റിയ സ്ഥലത്തേക്കാണ് മാറുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിവാദങ്ങൾക്ക് ഇനി സ്ഥാനമില്ല. വികസനത്തിന് വേണ്ടിയാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഓഫീസിൽ ജനം വരുന്നത് രാഷ്ട്രീയത്തിനല്ല. ഈ വിവാദങ്ങളെ വെച്ചുകൊണ്ട് എനിക്കെതിരെ വ്യക്തിപരമായി അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമമുണ്ടായി. പുതിയ ഓഫീസിലേക്ക് മാറുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും വി കെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓഫീസ് മാറ്റം വിവാദമായപ്പോൾ കൗൺസിലറുടെ തെട്ടൂരം അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു MLAയുടെ ആദ്യ പ്രതികരണം. എന്നാൽ താൻ ഓഫീസ് മാറാൻ അഭ്യർത്ഥിച്ചത് സൗഹൃദത്തിന്റെ പേരിലാണെന്നായിരുന്നു ശ്രീലേഖയുടെ നിലപാട്. അടുത്തിടെ ഓഫീസിൽ MLAയുടെ ബോർഡിന് മുകളിൽ ശ്രീലേഖയുടെ പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചതും ചർച്ചയായിരുന്നു. വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് എന്തായാലും ഒഴിയുകയാണ്. എന്നാൽ ഇതിനെയെല്ലാം BJP വിശേഷിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നാണ്. മാത്രമല്ല ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ മുറി തിരഞ്ഞെടുത്തപ്പോൾ ആ പുതിയ മുറിയെക്കുറിച്ച് മലയാളി വാർത്തയോട് ആർ ശ്രീലേഖ അന്ന് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാനൊരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ, ഉടനെ വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ച് വെച്ചത് അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ.
അതിനെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണും, അറിയില്ല. പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ല ഇതിനകത്ത് മാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്, ഒരു വനിതയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന് സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, വികലാംഗരായിട്ടുള്ളവർക്ക്, വീൽ ചെയറിലിരിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും. അതൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും. പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞ് വരുമല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ, എനിക്കൊരു കത്തെഴുതി അവരുടെ കൈ കൊടുത്തു വിടുമോ, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുക്കുകയോ വിളിച്ച് പറയുകയോ ചെയ്യേണ്ട ഒരു സൗകര്യം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലമല്ല. പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എനിക്ക് എവിടെ പോകണം എന്നും അറിയില്ല. കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ഫയലും സാധനം വെച്ചത് കൊണ്ട് വെള്ളം പോലും ഇല്ല അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം, കുടിക്കാൻ വെള്ളം വെക്കാനുള്ള സംവിധാനം, അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. 80 ആണ്. ബാത്റൂം ഉൾപ്പെടെയാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതുപോലെയുള്ള ഒരു മുറിയുടെ വളരെ പ്രയാസമായിരിക്കും, ശ്വാസം മുട്ടും. അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും MLA യുടെ മുറിയിലും ഒക്കെ AC വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അതും ഇല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് AC എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു. പക്ഷെ അതും ഇല്ല. അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചെലവൊക്കെ വഹിച്ച് അതിന്റെ കറന്റും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ. പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, AC ഇല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റ് 350 സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളാന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമല്ലോ. കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ആ ഫുൾ ഏരിയ. ഇത് ബാത്റൂമിന്റെ ആന്റി റൂം എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം. നിങ്ങൾ നോക്കി മുകളിലെ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂമും റെസ്റ്റ് റൂമും, പിന്നെ അതാണ് ബാത്റൂം. അതൊരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും വിവാദമാണല്ലോ. അദ്ദേഹം അതൊരു പാർട്ടീഷൻ ചെയ്ത് 2 AC ഒക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട്. അപ്പോ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല. മധുസൂദൻ നായർ വന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ശീലം ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാനൊരു 2 മാസത്തേക്ക് ശ്രമിച്ചു, പറ്റാത്തതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞതാണ്.